ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ജനുവരി 25-26 ദിവസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2024 ജനുവരി 26 രാജ്യം ആഘോഷിച്ചത് എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ്? 75-ാമത്തെ. 2024 ജനുവരി 26 രാജ്യം ആഘോഷിച്ചത് 75-ാമത്തെ റിപ്പബ്ലിക് ദിനമാണ്. തിരുവനന്തപുരത്ത് സ്ഥാപിതമാകുന്ന ബഹിരാകാശ ഉൽപ്പന്ന നിർമ്മാണ ഹബിന്റെ പേരെന്താണ്? എയ്റോ സ്പേസ് കൺട്രോൾ സിസ്റ്റംസ് സെന്റർ. തിരുവനന്തപുരത്ത് സ്ഥാപിതമാകുന്ന ബഹിരാകാശ ഉൽപ്പന്ന നിർമ്മാണ ഹബിന്റെ പേരാണ് എയ്റോ സ്പേസ് കൺട്രോൾ സിസ്റ്റംസ് സെന്റർ. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് സമീപത്തായാണ് ഈ സ്ഥാപനം സ്ഥാപിതമാകുന്നത്. സംസ്ഥാന കായിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ 2024 ജനുവരി 24 മുതൽ 26 വരെ അന്താരാഷ്ട്ര കായിക ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് വെച്ചാണ് സംസ്ഥാന കായിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ 2024 ജനുവരി 24 മുതൽ 26 വരെ അന്താരാഷ്ട്ര കായിക ഉച്ചകോടി നടന്നത്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് ഈ ഉച്ചകോടി നടന്നത്. 2024 ജനുവരിയിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് കേരള പദയാത്ര സംഘടിപ്പിച്ച രാഷ്ട്രീയ നേതാവ് ആരാണ്? കെ സുരേന്ദ്രൻ. BJP നേതാവായ കെ സുരേന്ദ്രനാണ് 2024 ജനുവരിയിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് കേരള പദയാത്ര സംഘടിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലേക്കുയർത്താനായി തമിഴ്നാട്ടിലെ ഏത് കായിക വിനോദമാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് മാതൃകയിൽ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്? ജല്ലിക്കെട്ട്. അന്താരാഷ്ട്ര തലത്തിലേക്കുയർത്താനായി തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ട് എന്ന കായിക വിനോദമാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് മാതൃകയിൽ സംഘടിപ്പിക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരെ സംരക്ഷിക്കാൻ ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി സെന്ററും മഹാരാഷ്ട്ര വനം വകുപ്പും ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ജടായു പദ്ധതി. വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരെ സംരക്ഷിക്കാൻ ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി സെന്ററും മഹാരാഷ്ട്ര വനം വകുപ്പും ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് ജടായു പദ്ധതി. ഈ പദ്ധതി പ്രകാരം വളർത്തിയെടുത്ത 20 കഴുകന്മാരെ കഴിഞ്ഞ ദിവസം കടുവാ സങ്കേതങ്ങളിൽ തുറന്നുവിട്ടിരുന്നു. പെഞ്ച് ടൈഗർ റിസർവ്, തഡോബ അന്താരി ടൈഗർ റിസർവ് എന്നിവിടങ്ങളിലാണ് ഈ കഴുകന്മാരെ തുറന്നുവിട്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ പൂട്ടും താക്കോലും കാണിക്കയായി ലഭിച്ചത് ഏത് ക്ഷേത്രത്തിലാണ്? അയോധ്യ ശ്രീരാമസ്വാമി ക്ഷേത്രം. അയോധ്യ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പൂട്ടും താക്കോലും കാണിക്കയായി ലഭിച്ചത്. 400 കിലോഗ്രാമാണ് ഈ പൂട്ടിന്റെയും താക്കോലിന്റെയും ഭാരം. രാജ്യത്തെ വന്ദേ ഭാരത് ട്രെയിൻ സർവീസിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള റൂട്ട് ഏതാണ്? തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് സർവീസ്. രാജ്യത്തെ വന്ദേ ഭാരത് ട്രെയിൻ സർവീസിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള റൂട്ട് തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് സർവീസാണ്. 193% യാത്രക്കാരാണ് ഈ റൂട്ടിൽ ഉള്ളത്. ഏറ്റവും കുറവ് യാത്രക്കാർ ഉള്ള റൂട്ട് മംഗളൂരു ഗോവ റൂട്ടാണ്. ജനുവരിയിൽ ലോക ബാഡ്മിന്റൺ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം തിരിച്ചുപിടിച്ച ഇന്ത്യൻ സഖ്യം ഏതാണ്? സാത്വിക് സായ്രാജ് റങ്കി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം. 2024 ജനുവരിയിൽ ലോക ബാഡ്മിന്റൺ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം തിരിച്ചുപിടിച്ച ഇന്ത്യൻ സഖ്യമാണ്
സാത്വിക് സായിരാജ് റാങ്കി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം. ചൈനയുടെ ലിയാങ് വെയ് കെങ് വാങ് ചാങ് സഖ്യമാണ് രണ്ടാം സ്ഥാനത്ത്. 2024 ഖത്തറിൽ നടന്ന ഏഷ്യ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ത്യ ആകെ നേടിയ ഗോളുകളുടെ എണ്ണം എത്രയാണ്? 0. 2024 ഖത്തറിൽ നടന്ന ഏഷ്യ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ത്യ ആകെ ഒരു ഗോളും നേടിയിട്ടില്ല. മൂന്ന് കളികളിൽ നിന്നായി ഇന്ത്യ 6 ഗോളുകൾ വഴങ്ങുകയും ചെയ്തു. ഇന്ത്യക്ക് ഒരു ഗോൾ പോലും അടിക്കാൻ സാധിച്ചില്ല. കൂടാതെ ഇന്ത്യ 6 ഗോളുകൾ വഴങ്ങുകയും ചെയ്തു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ മികച്ച T20 താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ കളിക്കാരൻ ആരാണ്? സൂര്യകുമാർ യാദവ്. ഇന്ത്യൻ താരമായ സൂര്യകുമാർ യാദവ് ആണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ മികച്ച T20 താരമായി തിരഞ്ഞെടുക്കപ്പെട്ട കളിക്കാരൻ. തുടർച്ചയായി രണ്ടാം തവണയാണ് സൂര്യകുമാർ യാദവ് ഈ നേട്ടം കരസ്ഥമാക്കുന്നത്. മികച്ച T20 വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് വെസ്റ്റ് ഇൻഡീസിന്റെ ഹെയ്ലി മാത്യൂസ് ആണ്. മികച്ച പുതുമുഖ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂസിലൻഡിന്റെ രജിൻ രവീന്ദ്രയും ഓസ്ട്രേലിയയുടെ ഫോബെ ലിച്ച് ഫീൽഡുമാണ്. കേരളത്തിലെ ഏത് സഹകരണ സ്ഥാപനമാണ് 2024 100ാമത് വാർഷികം ആഘോഷിക്കുന്നത്? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി. കേരളത്തിലെ സഹകരണ സ്ഥാപനമായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് 2024 100ാമത് വാർഷികം ആഘോഷിക്കുന്നത്. കേരള കൺസ്യൂമർ ഫെഡിന്റെ പുതിയ ചെയർമാനായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? എം മെഹബൂബ്. എം മെഹബൂബിനെയാണ് കേരള കൺസ്യൂമർ ഫെഡിന്റെ പുതിയ ചെയർമാനായി വീണ്ടും തിരഞ്ഞെടുത്തത്. കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ ഗവർണർ ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ. കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. 2024 ജനുവരി 25 ഗവർണർ 1.25 മിനിറ്റ് ദൈർഘ്യമുള്ള നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത്. 1982 ജനുവരി 1 അന്നത്തെ ഗവർണർ ജ്യോതി വെങ്കിടാചലം നടത്തിയ 4 മിനിറ്റ് ദൈർഘ്യമുള്ള പ്രസംഗമായിരുന്നു ഇതുവരെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ പ്രസംഗം. ഏറ്റവും നീളമേറിയ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത് 2016 ജസ്റ്റിസ് പി സദാശിവമായിരുന്നു. ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് ഏതൊക്കെ ജില്ലകളെ ബന്ധിപ്പിച്ചാണ് അന്തർ സംസ്ഥാന ഹെലികോപ്റ്റർ സർവീസ് ആരംഭിച്ചത്? ആഗ്ര, മധുര. ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് ആഗ്ര, മധുര എന്നീ ജില്ലകളെ ബന്ധിപ്പിച്ചാണ് അന്തർ സംസ്ഥാന ഹെലികോപ്റ്റർ സർവീസ് ആരംഭിച്ചത്. ആഗ്രയിലെ ബദേശ്വറിൽ നിന്ന് മധുരയിലെ ഗോവർദ്ധനിലേക്കാണ് ആദ്യത്തെ അന്തർ സംസ്ഥാന ഹെലികോപ്റ്റർ സർവീസ് ആരംഭിച്ചത്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷികത്തിൽ ആരംഭിച്ച ഈ പദ്ധതിയുടെ ഭാഗമായി അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രതിമയും അനാച്ഛാദനം ചെയ്തു. ദക്ഷിണ കൊറിയയുമായുള്ള അനുരഞ്ജനത്തിന്റെ പ്രതീകമായി പണിത ഏത് കമാനമാണ് ഉത്തര കൊറിയ പൊളിച്ചു നീക്കിയത്? പുനരേകീകരണ കമാനം. ദക്ഷിണ കൊറിയയുമായുള്ള അനുരഞ്ജനത്തിന്റെ പ്രതീകമായി പണിത പുനരേകീകരണ കമാനമാണ് ഉത്തര കൊറിയ പൊളിച്ചു നീക്കിയത്. ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് സർക്കാർ സ്കൂളുകളിലെ 1 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്ക് ഏകീകൃത യൂണിഫോം നടപ്പിലാക്കുന്നത്? മഹാരാഷ്ട്ര.
ഇന്ത്യൻ സംസ്ഥാനമായ മഹാരാഷ്ട്രയാണ് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ സ്കൂളുകളിലെയും 1 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്ക് ഏകീകൃത യൂണിഫോം നടപ്പിലാക്കുന്നത്. രാജസ്ഥാനിലെ ആദ്യത്തെ സ്നേക്ക് പാർക്ക് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? കോട്ട. രാജസ്ഥാനിലെ ആദ്യത്തെ സ്നേക്ക് പാർക്ക് സ്ഥാപിതമാകുന്നത് കോട്ട എന്ന സ്ഥലത്താണ്. ലോകത്തിൽ വിപണി മൂല്യം 3 ലക്ഷം കോടി ഡോളർ കടന്ന രണ്ടാമത്തെ കമ്പനി ഏതാണ്? മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റ് കമ്പനിയാണ് ലോകത്തിൽ വിപണി മൂല്യം 3 ലക്ഷം കോടി ഡോളർ കടന്ന രണ്ടാമത്തെ കമ്പനി. ആപ്പിൾ ആണ് 3 ലക്ഷം കോടി ഡോളർ വിപണി മൂല്യം നേടിയ ആദ്യ കമ്പനി. പ്രമേഹ ചികിത്സയിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുകയും മികച്ച സംഭാവനകൾ നൽകുകയും ചെയ്തതിന് ദേശീയ പുരസ്കാരം ലഭിച്ച മലയാളി ഡോക്ടർ ആരാണ്? ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ്. മലയാളി ഡോക്ടറായ ഡോക്ടർ ജ്യോതിദേവ് കേശവദേവിനാണ് പ്രമേഹ ചികിത്സയിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുകയും മികച്ച സംഭാവനകൾ നൽകുകയും ചെയ്തതിന് ദേശീയ പുരസ്കാരം ലഭിച്ചത്. 2024 സംസ്ഥാന കിഡ്സ് അത്ലറ്റിക് മീറ്റിൽ ഓവറോൾ ചാമ്പ്യന്മാരായ ജില്ല ഏതാണ്? മലപ്പുറം. മലപ്പുറം ജില്ലയാണ് 2024 സംസ്ഥാന കിഡ്സ് അത്ലറ്റിക് മീറ്റിൽ ഓവറോൾ ചാമ്പ്യന്മാരായ ജില്ല. പാലക്കാടും തൃശ്ശൂരുമാണ് 2, 3 സ്ഥാനങ്ങളിൽ. 2023 ഓവറോൾ ചാമ്പ്യന്മാർ പാലക്കാടായിരുന്നു. 2022-23 സീസണിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ ഫുട്ബോൾ ക്ലബ്ബ് ഏതാണ്? റയൽ മാഡ്രിഡ്. സ്പെയിനിന്റെ റയൽ മാഡ്രിഡ് ഫുട്ബോൾ ക്ലബ്ബാണ് 2022-23 സീസണിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ ഫുട്ബോൾ ക്ലബ്ബ്. 7,517 കോടി രൂപയാണ് 2022-23 സീസണിൽ റയൽ മാഡ്രിഡ് നേടിയത്. ഇംഗ്ലീഷ് ക്ലബ്ബായ മാഞ്ചസ്റ്റർ സിറ്റിയാണ് 2ാം സ്ഥാനത്ത്. 7,464 കോടി രൂപയാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ വരുമാനം. ഫ്രഞ്ച് ക്ലബ്ബായ PSG ആണ് 3ാം സ്ഥാനത്ത്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ 2023 മികച്ച ഏകദിന താരമായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ കളിക്കാരൻ ആരാണ്? വിരാട് കോഹ്ലി. ഇന്ത്യൻ കളിക്കാരനായ വിരാട് കോഹ്ലിയെയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ 2023 മികച്ച ഏകദിന താരമായി തിരഞ്ഞെടുത്തത്. 4ാം തവണയാണ് വിരാട് കോഹ്ലിക്ക് ഈ പുരസ്കാരം ലഭിക്കുന്നത്. മികച്ച ടെസ്റ്റ് ക്രിക്കറ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ഖവാജയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ 2023 മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള ഗാരി സോബേഴ്സ് പുരസ്കാരം ലഭിച്ച കളിക്കാരൻ ആരാണ്? പാറ്റ് കമ്മിൻസ്. ഓസ്ട്രേലിയൻ ക്യാപ്റ്റനായ പാറ്റ് കമ്മിൻസിനാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2023 മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള ഗാരി സോബേഴ്സ് പുരസ്കാരം ലഭിച്ചത്. മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഇംഗ്ലണ്ടിന്റെ നാറ്റ് സീവർ ബ്രന്റിനാണ്. ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ 150 വിക്കറ്റ് നേടുന്ന 3ാമത്തെ കളിക്കാരൻ എന്ന ബഹുമതി കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം ആരാണ്? ആർ അശ്വിൻ. ഇന്ത്യൻ ബൗളറായ ആർ അശ്വിനാണ് ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ 150 വിക്കറ്റ് നേടുന്ന 3ാമത്തെ കളിക്കാരൻ എന്ന ബഹുമതി കരസ്ഥമാക്കിയത്. പാറ്റ് കമ്മിൻസ്, നേതൻ ലയൺ എന്നിവരാണ് ഈ നേട്ടം കരസ്ഥമാക്കിയ മറ്റ് 2 കളിക്കാർ. (2024 മുതൽ 2028 വരെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് നിലനിർത്തിയ കമ്പനി ഏതാണ്? ടാറ്റ ഗ്രൂപ്പ്.
ടാറ്റ ഗ്രൂപ്പാണ് 2024 മുതൽ 28 വരെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് നിലനിർത്തിയ കമ്പനി. 5 വർഷത്തേക്ക് റെക്കോർഡ് തുകയായ 2500 കോടി രൂപയ്ക്കാണ് ടാറ്റ ഗ്രൂപ്പ് സ്പോൺസർഷിപ്പ് നിലനിർത്തിയത്. 2022-2023 വർഷത്തെ IPL സ്പോൺസറും ടാറ്റ ഗ്രൂപ്പായിരുന്നു. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ലീഗിന്റെയും ടൈറ്റിൽ സ്പോൺസർ ടാറ്റ ഗ്രൂപ്പ് തന്നെയാണ്. 2024 പത്മവിഭൂഷൺ പുരസ്കാരം ആർക്കൊക്കെയാണ് ലഭിച്ചതെന്ന് നോക്കാം. ഒന്ന്, മുൻ ഉപരാഷ്ട്രപതിയായ M. വെങ്കയ്യ നായിഡു, പ്രശസ്ത നർത്തകിയും നടിയുമായ വൈജയന്തി മാല ബാലി, നർത്തകിയായ പത്മ സുബ്രഹ്മണ്യം, തെലുങ്ക് സിനിമാ താരം ചിരഞ്ജീവി, സാമൂഹിക പ്രവർത്തകൻ ബിന്ദേശ്വർ പാഠക് എന്നിവർക്കാണ് 2024 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. മുൻ ഉപരാഷ്ട്രപതി M. വെങ്കയ്യ നായിഡു, നടിയും നർത്തകിയുമായ വൈജയന്തി മാല ബാലി, നർത്തകിയായ പത്മ സുബ്രഹ്മണ്യം, തെലുങ്ക് സിനിമാ താരം ചിരഞ്ജീവി, സാമൂഹിക പ്രവർത്തകൻ ബിന്ദേശ്വർ പാഠക് എന്നിങ്ങനെ 5 പേർക്കാണ് 2024 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. 2024 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ് നോക്കാം. മുൻ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന M. ഫാത്തിമ ബീവി, BJP നേതാവ് O. രാജഗോപാൽ, പ്രശസ്ത പോപ്പ് ഗായിക ഉഷ ഉദുപ്പ് എന്നീ 3 മലയാളികളടക്കം ആകെ 17 പേർക്കാണ് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. തമിഴ് സിനിമാ താരം വിജയകാന്ത്, ഹിന്ദി സിനിമാ താരം മിഥുൻ ചക്രവർത്തി, എന്നിവർക്കും പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിരുന്നു. M. ഫാത്തിമ ബീവി, വിജയകാന്ത് എന്നിവർക്ക് മരണാനന്തര ബഹുമതിയായാണ് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. 2024 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത് ഒന്ന്, മുൻ സുപ്രീം കോടതി ജഡ്ജി M. ഫാത്തിമ ബീവി, BJP നേതാവ് O. രാജഗോപാൽ, ഗായിക ഉഷ ഉദുപ്പ്, തമിഴ് സിനിമാ താരം വിജയകാന്ത്, പ്രശസ്ത ഹിന്ദി സിനിമാ താരം മിഥുൻ ചക്രവർത്തി എന്നിവരടക്കം ആകെ 17 പേർക്കാണ് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച 3 മലയാളികളാണ് M. ഫാത്തിമ ബീവിയും O. രാജഗോപാലും ഉഷ ഉദുപ്പും. ഇതിൽ M. ഫാത്തിമ ബീവിക്കും വിജയകാന്തിനും മരണാനന്തര ബഹുമതിയായാണ് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. പത്മശ്രീ പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കൊക്കെയാണ് നോക്കാം. സാഹിത്യത്തിൽ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായിക്കും, കഥകളി ആചാര്യനായ സദനം ബാലകൃഷ്ണനും, തെയ്യം കലാകാരനായ EP നാരായണനും, നെൽ കർഷകനായ സത്യനാരായണ ബലരിക്കും, സാഹിത്യത്തിൽ P. ചിത്രൻ നമ്പൂതിരിപ്പാടിനും, കലയ്ക്ക് EP നാരായണനും, സാഹിത്യത്തിൽ മുനി നാരായണ പ്രസാദിനും അടക്കം ആകെ 110 പേർക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികളാണ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായ്, സദനം ബാലകൃഷ്ണൻ, EP നാരായണൻ, സത്യനാരായണ ബലരി, P. ചിത്രൻ നമ്പൂതിരിപ്പാട്, EP നാരായണൻ, മുനി നാരായണ പ്രസാദ് എന്നീ 7 പേർ. 7 മലയാളികളടക്കം ആകെ 110 പേർക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. ഈ പത്മശ്രീ പുരസ്കാരം ലഭിച്ച തെയ്യം കലാകാരനാണ് EP നാരായണൻ. അതുപോലെ കഥകളി ആചാര്യനാണ് സദനം ബാലകൃഷ്ണൻ. പത്മശ്രീ പുരസ്കാരം ലഭിച്ച നെൽ കർഷകനാണ് സത്യനാരായണ ബലരി. കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി പത്മശ്രീ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് സത്യനാരായണ ബലരി. കൂടാതെ ടെന്നീസ് താരം രോഹൻ ബൊപ്പണ്ണ, സ്ക്വാഷ് താരം ജോഷന ചിന്നപ്പ, ഇന്ത്യയിലെ ആദ്യ വനിതാ പാപ്പാനായ പാർബതി ബറുവ എന്നിവർക്കും പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരുന്നു.
ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്